ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തി ശിവൻ. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ലിംഗായത്ത് മതം ശിവനെയാണ് പ്രധാന ആരാധനാമൂർത്തിയായി കാണുന്നത്. കർണാടകയിൽ ഈ മതത്തിന് വലിയ സ്വാധീനമുണ്ട്. ലീ ക്വാൻ യു ഏത് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ്? സിംഗപ്പൂർ. ആധുനിക സിംഗപ്പൂരിന്റെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്ന ലീ ക്വാൻ യു സിംഗപ്പൂരിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യത്തിൽ നിന്ന് ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറി. കൊൽക്കത്ത പട്ടണത്തിന്റെ സ്ഥാപകൻ ജോബ് ചാർണോക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏജന്റായിരുന്ന ജോബ് ചാർണോക്കിനെ കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നു. 3 ഗ്രാമങ്ങൾ സംയോജിപ്പിച്ചാണ് അദ്ദേഹം ഈ നഗരം സ്ഥാപിച്ചത്. കേരളത്തിൽ പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. കൊല്ലം നഗരത്തിലാണ് കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള പോലീസിന്റെ ചരിത്രവും പ്രവർത്തനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ലീലാവതി എന്ന കൃതി പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത് ഫൈസി. ഭാസ്കരാചാര്യരുടെ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ലീലാവതി അക്ബറിന്റെ ദർബാറിലെ പണ്ഡിതനായിരുന്ന ഫൈസി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇത് ഇന്ത്യൻ ശാസ്ത്രീയ വിജ്ഞാനത്തെ പ്രചരിപ്പിക്കുന്നതിന് സഹായിച്ചു. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്നു ശ്രീരംഗപട്ടണം. മൈസൂർ രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്നു ശ്രീരംഗപട്ടണം. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ ഇവിടെ വെച്ചാണ് ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടത്. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിത മായാവതി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മായാവതി ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിതയാണ്. ദളിത് രാഷ്ട്രീയത്തിൽ അവർക്ക് നിർണായക സ്ഥാനമുണ്ട്. സൂര്യകാന്തി രചിച്ചത് ആര്? ജി. ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ പ്രശസ്ത കവിയായ ജി. ശങ്കരക്കുറുപ്പിന്റെ ഒരു പ്രമുഖ കാവ്യസമാഹാരമാണ് സൂര്യകാന്തി. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ആദ്യ മലയാളിയാണ് അദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി തിരുവനന്തപുരത്ത് പ്രവർത്തനമാരംഭിച്ചത് ഏതു വർഷത്തിൽ? AD 1864. തിരുവനന്തപുരത്ത് ആദ്യത്തെ സർക്കാർ ആശുപത്രി 1864-ൽ ആരംഭിച്ചു. ഇത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ വളർച്ചയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ജോർസൊപ്പ വെള്ളച്ചാട്ടം ഏത് നദിയിൽ? ശരാവതി. കർണാടകയിലെ ശരാവതി നദിയിലാണ് പ്രശസ്തമായ ജോഗ് വെള്ളച്ചാട്ടം. ഇത് ജോർസൊപ്പ വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. വിരലുകളില്ലെങ്കിലും നഖങ്ങളുള്ള ജീവി? ആന. ആനയുടെ കാലുകൾക്ക് മനുഷ്യരെപ്പോലെ വേർതിരിച്ച വിരലുകളില്ലെങ്കിലും അവയുടെ പാദങ്ങളിൽ നഖങ്ങൾ കാണപ്പെടുന്നു. ഇത് അവയുടെ ശരീരഭാരം താങ്ങുന്നതിനും ചലനത്തിനും സഹായിക്കുന്നു. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത? മീരാബായി. ഭക്തകവയിത്രിയായിരുന്ന മീരാബായിയുടെ ചിത്രമാണ് സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയുടെ ചിത്രം. 1952-ൽ ഇന്ത്യ അവരുടെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത്? ജ്യോതി ബസു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1977 മുതൽ 2000 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിൽ തുടർന്നുവരുന്ന സാമുദായിക സംവരണം ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമാണ്? നിവർത്തന പ്രക്ഷോഭണം. തിരുവിതാംകൂറിൽ സർക്കാർ സർവീസുകളിൽ വിവിധ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് നടന്ന നിവർത്തന പ്രക്ഷോഭണമാണ് നിലവിലെ സാമുദായിക സംവരണത്തിന് വഴിതെളിയിച്ചത്. 1930കളിലാണ് ഈ പ്രക്ഷോഭം നടന്നത്. ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്ന്? 1793 ജനുവരി 21. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി 16 1793 ജനുവരി 21 ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു. ഇത് ഫ്രഞ്ച് രാജവാഴ്ചയുടെ അന്ത്യം കുറിച്ചു. കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി?
സിസ്റ്റർ അച്യുതമേനോൻ. സിസ്റ്റർ അച്യുതമേനോൻ കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു. ലുസിറ്റാനിയ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പോർച്ചുഗൽ. പ്രാചീനകാലത്ത് ഐബീരിയൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ ഭാഗം ലുസിറ്റാനിയ എന്നറിയപ്പെട്ടിരുന്നു. ഇത് ആധുനിക പോർച്ചുഗലിന്റെ പ്രധാന ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നു. കേരളത്തിലാദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം പറവൂർ. കേരളത്തിലെ പറവൂർ മണ്ഡലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതുതിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ (ഇവിഎം) പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചത്. 1982-ൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിലായിരുന്നു ഇത്. ലൂണാർ കോസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് AgNO3 എന്ന രാസവസ്തുവിനെയാണ് ലൂണാർ കോസ്റ്റിക് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിയിലും മരുന്നുകളിലും ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വൈവിധ്യമാർന്ന ഗോത്ര സമൂഹങ്ങൾ വസിക്കുന്ന അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ഈ ഭാഷകൾ അവിടുത്തെ സാംസ്കാരിക വൈവിധ്യത്തെ എടുത്തു കാണിക്കുന്നു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ എവിടെയാണ്? തിരുവനന്തപുരം. പ്രശസ്ത കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കല, സംസ്കാരം, സാഹിത്യം എന്നിവയുടെ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്നു. ല്യൂക്കോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാണ് ല്യൂക്കോസൈറ്റുകൾ അഥവാ വെളുത്ത രക്താണുക്കൾ. രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ചെറുത്ത് ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇവയുടെ പ്രധാന ധർമ്മം. റിപ്പൺ പ്രഭു നിയമിച്ച ഹണ്ടർ കമ്മീഷൻ ഏതു വിഷയത്തെക്കുറിച്ചാണ് പഠനം നടത്തിയത്? വിദ്യാഭ്യാസം. 1882-ൽ റിപ്പൺ പ്രഭു നിയമിച്ച ഹണ്ടർ കമ്മീഷൻ, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ, ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും മെച്ചപ്പെടുത്തലുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. വില്യം വിൽസൺ ഹണ്ടർ ആയിരുന്നു കമ്മീഷൻ അധ്യക്ഷൻ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെംസ്ഫോർഡ് പ്രഭു നിയമിച്ച കമ്മീഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹണ്ടർ കമ്മീഷൻ. 1919-ലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇതിന് സർ ജോർജ് റാങ്കിൻ ഹണ്ടർ കമ്മീഷൻ എന്നും പേരുണ്ടായിരുന്നു. ഈ കമ്മീഷൻ ബ്രിട്ടീഷ് സൈനികരുടെ നടപടികളെ ന്യായീകരിച്ചു. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ശ്രീനാരായണ ഗുരു. സാമൂഹിക പരിഷ്കർത്താവും ആധ്യാത്മിക നേതാവുമായിരുന്ന ശ്രീനാരായണ ഗുരുവിനോട് തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വലിയ ആദരവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സവിശേഷമായ പദവിയും സ്വാധീനവും കാരണം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചിരുന്നു. ഒരു ഗാലൻ എത്ര ലിറ്റർ? 4.546 ലിറ്റർ. അളവുകളുടെ ബ്രിട്ടീഷ് ഇംപീരിയൽ സിസ്റ്റം അനുസരിച്ച് ഒരു ഇംപീരിയൽ ഗാലൻ ഏകദേശം 4.546 ലിറ്ററിന് തുല്യമാണ്. അമേരിക്കൻ ഗാലൻ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്, ഏകദേശം 3.785 ലിറ്റർ. ചാൾസ് ഡാർവിൻ തന്റെ നിരീക്ഷണങ്ങൾ നടത്താൻ തിരഞ്ഞെടുത്ത ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ്? ഇക്വഡോർ. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് അടിത്തറ പാകിയ നിരീക്ഷണങ്ങൾ നടത്തിയതിൽ ഗാലപ്പഗോസ് ദ്വീപുകൾക്ക് വലിയ പങ്കുണ്ട്. ഈ ദ്വീപസമൂഹം ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന്റെ ഭാഗമാണ്. ചാലൂക്യന്മാരുടെ തലസ്ഥാനം വാതാബി. കർണാടകത്തിലെ ബദാമി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന വാതാബി, ബദാമി ചാലൂക്യന്മാരുടെ തലസ്ഥാനമായിരുന്നു. ഈ പ്രദേശം നിരവധി ഗുഹാക്ഷേത്രങ്ങൾക്കും ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്. കേരളത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ അറബിക്കടൽ കേരളത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയായി നിലകൊള്ളുന്നു. കേരളത്തിന്റെ കാലാവസ്ഥയെയും സാമ്പത്തിക വ്യവസ്ഥയെയും ഇത് സ്വാധീനിക്കുന്നു. ചാലൂക്യ രാജാവ് പുലികേശി രണ്ടാമനെ തോൽപ്പിച്ച പല്ലവ രാജാവ്
നരസിംഹവർമ്മൻ ഒന്നാമൻ. പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമനെ തോൽപ്പിക്കുകയും വാതാപി പിടിച്ചടക്കുകയും ചെയ്തു. വാതാപികൊണ്ട എന്ന ബിരുദം അദ്ദേഹത്തിന് ലഭിച്ചു. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ചാലൂക്യ വിക്രമ സംവത്സരം ആരംഭിച്ചത് പശ്ചിമ ചാലൂക്യ വംശത്തിലെ വിക്രമാദിത്യ ആറാമൻ. പശ്ചിമ ചാലൂക്യ ചക്രവർത്തിയായിരുന്ന വിക്രമാദിത്യ ആറാമൻ തന്റെ ഭരണത്തിന്റെ സ്മരണാർത്ഥം 1076 AD-യിൽ ചാലൂക്യ വിക്രമാബ്ദം എന്ന കലണ്ടർ വർഷം ആരംഭിച്ചു. ഹൈപ്പർമെട്രോപിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്. ഹൈപ്പർമെട്രോപിയ അഥവാ ദീർഘദൃഷ്ടി കണ്ണുകളെ ബാധിക്കുന്ന ഒരു കാഴ്ചാ വൈകല്യമാണ്. ഈ അവസ്ഥയിൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദി നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നെയ്യാർ നദി കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയാണ്. നെയ്യാർ ഡാം ഈ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചാലൂക്യവംശം സ്ഥാപിച്ചത് ജയസിംഹൻ. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന രാജവംശമായ ചാലൂക്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ജയസിംഹനാണ്. 6-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അദ്ദേഹം ഈ വംശത്തിന് അടിത്തറയിട്ടു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മത്സ്യം ഈൽ. ചിലയിനം ഈൽ മത്സ്യങ്ങൾക്ക് വൈദ്യുത ആഘാതം ഇലക്ട്രിക് ഷോക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് ഇരപിടിക്കാനും സ്വയം പ്രതിരോധിക്കാനും അവയെ സഹായിക്കുന്നു. ചാളക്കടൽ എന്ന് പ്രസിദ്ധമായിരിക്കുന്ന സമുദ്രഭാഗം ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം. സാർഗാസോ കടൽ, സഗാസോ സീ എന്നറിയപ്പെടുന്ന ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രത്യേക ഭാഗത്തെയാണ് ചാളക്കടൽ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. സാർഗാസം എന്ന കടൽ സസ്യത്തിന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ എന്നറിയപ്പെടുന്ന വലിയ വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. ഇവയുടെ സാന്നിധ്യം ആരോഗ്യകരമായ വനങ്ങളുടെ സൂചകമായി കണക്കാക്കപ്പെടുന്നു. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമബംഗാളിലെ ചിത്തരഞ്ജൻ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഒരു പ്രമുഖ യൂണിറ്റാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നയി താലിം. മഹാത്മാഗാന്ധി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം അഥവാ വർധ പദ്ധതി. ഇത് പ്രായോഗിക പഠനത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകി. തവിട്ടുകുപ്പായക്കാർ ആരുടെ അനുയായികളായിരുന്നു? ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ സൈനിക വിഭാഗമായ സ്റ്റോം ട്രൂപ്പേഴ്സ്, സ്റ്റോമാപ്തേലിംഗ് സ ബ്രൗൺ ഷർട്ട്സ് തവിട്ടുകുപ്പായക്കാർ എന്നറിയപ്പെട്ടിരുന്നു. അവരുടെ തവിട്ടുനിറത്തിലുള്ള യൂണിഫോമാണ് ഈ പേരിന് കാരണം. മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർ. സംസ്ഥാനത്ത് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുണ്ട്. എന്നാൽ ഇത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. സാധാരണയായി മുഖ്യമന്ത്രിയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. ഡൈനാമോയിൽ വൈദ്യുതോർജ്ജം ലഭിക്കുന്നത് ഏത് ഊർജ്ജത്തിൽ നിന്നാണ്? യാന്ത്രികോർജ്ജം. ഡൈനാമോ അല്ലെങ്കിൽ ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. റോമൻ കത്തോലിക്കരുടെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് വത്തിക്കാൻ. റോമൻ കത്തോലിക്ക സഭയുടെ ആഗോള ആസ്ഥാനവും മാർപ്പാപ്പയുടെ വാസസ്ഥലവും വത്തിക്കാൻ സിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യമാണിത്. ഹൈദരാബാദ് ഏത് നദീതീരത്താണ്? മുസി. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് കൃഷ്ണനദിയുടെ പോഷകനദിയായ മുസി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ വികസനത്തിൽ ഈ നദിക്ക് പ്രധാന പങ്കുണ്ട്. കേരളത്തിലെ മാഹി ഏത് വിദേശ കമ്പനിയുടെ അധിനിവേശ പ്രദേശമായിരുന്നു?
ഫ്രഞ്ച് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ മാഹി മുൻപ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ അധിനിവേശ പ്രദേശമായിരുന്നു. 1954 മാത്രമാണ് ഇത് ഇന്ത്യയുടെ ഭാഗമായത്. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായ ചിറാപുഞ്ചി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ സോന എന്നും പറയുന്നു. വിയന്ന ഏത് നദിയുടെ തീരത്താണ്? ഡാന്യൂബ്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന യൂറോപ്പിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഡാന്യൂബ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് യൂറോപ്പിലെ ഒരു പ്രധാന സാംസ്കാരിക നഗരമാണ്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമായതിനാൽ മധ്യപ്രദേശ് ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇവിടെ നിരവധി കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലെ ആദ്യ നൃത്തനാട്യ പുരസ്കാരത്തിന് അർഹയായത്? കലാമണ്ഡലം സത്യഭാമ. പ്രമുഖ മോഹിനിയാട്ടം നർത്തകിയായിരുന്ന കലാമണ്ഡലം സത്യഭാമ കേരളത്തിലെ നൃത്തനാട്യ മേഖലയിലെ സംഭാവനകൾക്ക് ആദ്യമായി സംസ്ഥാന പുരസ്കാരം നേടിയ വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രൈസ്തവ പുരോഹിത? മരതകവല്ലി ഡേവിഡ്. കേരളത്തിലെ ആദ്യത്തെ ക്രൈസ്തവ വനിതാ പുരോഹിതയായി മരതകവല്ലി ഡേവിഡ് അറിയപ്പെടുന്നു. ഇത് സഭാചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. തൈറോക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? ഗോയിറ്റർ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഇതിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടാകുകയും കഴുത്തിൽ മുഴയായി കാണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അയഡിൻ കുറവാണ് ഇതിന്റെ പ്രധാന കാരണം. ദൈവദശകം രചിച്ചത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു രചിച്ച 10 ശ്ലോകങ്ങളുള്ള ഒരു പ്രധാന കൃതിയാണ് ദൈവദശകം. ഇത് ഒരു സാർവത്രിക പ്രാർത്ഥനയായും ദാർശനിക കവിതയായും കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. വാസ്കോ ഡ ഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം? AD 1524. വാസ്കോ ഡ ഗാമ മൂന്നാമതും ഇന്ത്യയിലെത്തുന്നത് പോർച്ചുഗീസ് വൈസ്രോയി എന്ന നിലയിലാണ്. 1524 അദ്ദേഹം കോഴിക്കോടെത്തി. എന്നാൽ അധികം വൈകാതെ അതേ വർഷം തന്നെ കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ടു. കത്തിയവാഡിലെ സുദർശന തടാകത്തിന്റെ കേടുപാടുകൾ തീർത്ത രാജാവ്? രുദ്രദാമാവ്. ഗുജറാത്തിലെ കത്തിയവാഡിലുള്ള സുദർശന തടാകം മൗര്യ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ശക ഭരണാധികാരിയായ രുദ്രദാമാവ് ഒന്നാമൻ അതിന്റെ കേടുപാടുകൾ തീർക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത്? മിസോറം. ഇന്ത്യയിൽ സംസ്ഥാനത്തിന്റെ ആകെ ഭൂമിശാസ്ത്രപരമായ വിസ്തീർണത്തിന്റെ ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മിസോറാമിലാണ്. ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജൈവവൈവിധ്യത്തിന് ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര? ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയായ ഏഷ്യയ്ക്ക് ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകരയും ഏഷ്യയാണ്. ഗോർബച്ചേവ് ജനാധിപത്യ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയ രാജ്യം? റഷ്യ. സോവിയറ്റ് യൂണിയന്റെ അവസാന നേതാവായിരുന്ന മിഖായേൽ ഗോർബച്ചേവ് നടപ്പിലാക്കിയ ഗ്ലാസ്നോസ്റ്റ്, തുറന്ന സമീപനം, പെരിസ്ട്രോയിക്ക, പുനഃസംഘടന എന്നീ പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും ജനാധിപത്യവൽക്കരണത്തിനും വഴിതെളിയിച്ചു. ഒരു നോട്ടിക്കൽ മൈൽ എത്ര അടിയാണ്? 6080 അടി. നോട്ടിക്കൽ മൈൽ എന്നത് കടൽ, വ്യോമഗതാഗതത്തിൽ ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ ഒരു യൂണിറ്റാണ്. ഇത് ഏകദേശം 1.852 കിലോമീറ്ററിന് തുല്യമാണ്. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്ക് കിഴക്കൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊരു പ്രധാന തുറമുഖ നഗരം കൂടിയാണ്.
കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ സ്ഥാപകൻ ഡോക്ടർ സി.ഒ. കരുണാകരൻ. ഡോക്ടർ സി.ഒ. കരുണാകരൻ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ്. തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ. ഭൂമിശാസ്ത്രപരമായ വലുപ്പത്തിലും ജനസംഖ്യയിലും തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഇത് ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും കൂടിയാണ്. ഓസ്ട്രേലിയ കണ്ടെത്തിയത് ക്യാപ്റ്റൻ കുക്ക്. ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആണ് 1770-ൽ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരം കണ്ടെത്തി ബ്രിട്ടനുവേണ്ടി അവകാശപ്പെട്ടത്. ഇദ്ദേഹം ന്യൂസിലൻഡും കണ്ടെത്തി. ഇന്ത്യൻ റെയർ എർത്ത്സ് എവിടെയാണ്? ചവറ. കൊല്ലം ജില്ലയിലെ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് (IREL) എന്ന പൊതുമേഖലാ സ്ഥാപനം ധാതുക്കളുടെ സംസ്കരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. തീരദേശ മണലിൽ നിന്ന് തോറിയം, ഇൽമനൈറ്റ് തുടങ്ങിയ അപൂർവ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നു. ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചത് ആര്? ഹോറസ് ഷോർട്ട്. വൈദ്യുത സിഗ്നലുകളെ ശബ്ദമാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. ഹോറസ് ഷോർട്ട് 1900-ൽ ഇതിന്റെ ആദ്യകാല രൂപങ്ങളിൽ ഒന്ന് വികസിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതുപിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് എം. പരീതുപിള്ളയായിരുന്നു. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ ഈ കമ്മീഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എ ചൈന പാസേജ് രചിച്ചത് ജെ.കെ. ഗാൽബ്രെയ്ത്ത്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നയതന്ത്രജ്ഞനുമായിരുന്ന ജോൺ കെന്നത്ത് ഗാൽബ്രെയ്ത്ത് എഴുതിയ ഒരു യാത്രാ വിവരണമാണ് എ ചൈന പാസേജ്. 1970-കളിൽ ചൈന സന്ദർശിച്ച അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകം. ഗാന്ധിജി വാർധയിൽ സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ച വർഷം 1936. മഹാത്മാഗാന്ധി മഹാരാഷ്ട്രയിലെ വാർധയിൽ സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചത് 1936-ലാണ്. ഗ്രാമീണ വികസനത്തിനും സ്വയംപര്യാപ്തതയ്ക്കും വേണ്ടിയുള്ള ഗാന്ധിജിയുടെ തത്വങ്ങളുടെ പ്രായോഗിക കേന്ദ്രമായിരുന്നു ഇത്. കാളിദാസന്റെ പുരസ്കർത്താവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. പ്രാചീന ഇന്ത്യയിലെ പ്രമുഖ കവിയും നാടകകൃത്തുമായിരുന്ന കാളിദാസൻ ഗുപ്തസാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. തീൻ ഡാം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് രഞ്ജിത് സാഗർ ഡാം. പഞ്ചാബിലെ രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തീൻ ഡാമിന്റെ പുതിയ പേരാണ് രഞ്ജിത് സാഗർ ഡാം. ഇത് ജലവൈദ്യുത ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും ഉപയോഗിക്കുന്നു. എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന സുരേന്ദ്രനാഥ് ബാനർജിയുടെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തെക്കുറിച്ച് ഈ പുസ്തകം വിവരിക്കുന്നു. എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ പൂർണ്ണനാമം അവുൽ പക്കീർ സൈനുലാബ്ദീൻ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ, ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ബ്രസീൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യവും ലോകത്തിലെ 5ാമത്തെ വലിയ രാജ്യവുമാണ് ബ്രസീൽ. ജനസംഖ്യയിലും ബ്രസീലാണ് ഈ വൻകരയിൽ മുന്നിൽ. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നം ബോലു. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നമായ ബോലു എന്ന ആന ഒരു പച്ചവിളക്ക് പിടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ്. ഇത് ട്രെയിനുകളുടെയും റെയിൽവേയുടെയും സുരക്ഷയെയും പുരോഗതിയെയും പ്രതിനിധീകരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയായി പത്മ രാമചന്ദ്രൻ 1991-ൽ നിയമിതയായി. ഇത് കേരളത്തിലെ ഭരണനിർവഹണ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം
1920 ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി 1920-ൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് സ്ഥാപിതമായത്. ദുരന്ത നിവാരണം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രവർത്തിക്കുന്നു. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഷില്ലോങ്. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണ് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, നെഹു, സ്ഥിതി ചെയ്യുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത് വലിയ സംഭാവനകൾ നൽകുന്നു. നോവലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബൊക്കാച്ചിയോ. ഇറ്റാലിയൻ എഴുത്തുകാരനായ ജിയോവന്നി ബൊക്കാച്ചിയോയെ ആധുനിക നോവലിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഡെക്കാമറൺ എന്ന കൃതി ലോകസാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? സിലിക്കൺ. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം ഓക്സിജനാണ്. ഓക്സിജൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് സിലിക്കണാണ്. സിലിക്കൺ ഡയോക്സൈഡ് രൂപത്തിൽ ഇത് പാറകളിലും മണ്ണിലും ധാരാളമായി കാണപ്പെടുന്നു. ഗോൽക്കൊണ്ടയെ മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തത്? ഔറംഗസേബ് 1687. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് 1687-ൽ ഗോൽക്കൊണ്ട സുൽത്താനേറ്റിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഡെക്കാൻ പ്രദേശത്തെ മുഗൾ ഭരണം ശക്തിപ്പെടുത്തുന്നതിൽ ഇത് ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. പോലീസ് സേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? റോബർട്ട് പീൽ. ആധുനിക പോലീസ് സംവിധാനത്തിന്റെ പിതാവായി റോബർട്ട് പീൽ അറിയപ്പെടുന്നു. 1829-ൽ ലണ്ടനിൽ മെട്രോപൊളിറ്റൻ പോലീസ് സേന സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഗോമതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത്? ശ്രാവണബലഗോള. കർണാടകത്തിലെ ശ്രാവണബലഗോളയിൽ സ്ഥിതി ചെയ്യുന്ന ഗോമതേശ്വര പ്രതിമ ജൈനമതത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബാഹുബലിയുടെ ഈ ഒറ്റക്കല്ലിൽ കൊത്തിയ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ഏകശില പ്രതിമകളിലൊന്നാണ്. പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പഴങ്ങൾ. പഴങ്ങളുടെ കൃഷി, വിളവെടുപ്പ്, സംസ്കരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി. ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു ശാഖയാണിത്. സോളങ്കി വംശത്തിന്റെ തലസ്ഥാനം? അൻഹിൽവാർ. ഗുജറാത്ത് ഭരിച്ചിരുന്ന ഒരു പ്രധാന രാജവംശമായിരുന്നു സോളങ്കി വംശം. അവരുടെ തലസ്ഥാനം അൻഹിൽവാർ അഥവാ അൻഹിൽവാഡ പാടനായിരുന്നു. പോളിഗ്രാഫിന്റെ മറ്റൊരു പേര്? ലൈ ഡിറ്റക്ടർ. സത്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പോളിഗ്രാഫ് അഥവാ ലൈ ഡിറ്റക്ടർ. ഇത് ഒരാൾ സംസാരിക്കുമ്പോൾ ശരീരത്തിലെ ശാരീരിക മാറ്റങ്ങൾ, ഹൃദയമിടിപ്പ്, ശ്വാസം നിരീക്ഷിക്കുന്നു. ഗോവ ഉൾപ്പെടെയുള്ള പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ സ്വതന്ത്രമായ വർഷം? 1961. 1961 ഡിസംബറിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് നടത്തി ഗോവ, ദാമൻ, ദിയു തുടങ്ങിയ പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണം അവസാനിച്ചു. കാളിദാസന്റെ മാസ്റ്റർപീസ്? അഭിജ്ഞാനശാകുന്തളം. പ്രാചീന ഇന്ത്യയിലെ മഹാനായ കവിയും നാടകകൃത്തുമായ കാളിദാസന്റെ ഏറ്റവും പ്രശസ്തമായ നാടകമാണ് അഭിജ്ഞാനശാകുന്തളം. ലോകസാഹിത്യത്തിലെ ക്ലാസിക് കൃതികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 36. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് 36 ദ്വീപുകളുടെ ഒരു സമൂഹമാണ്. ഇതിൽ വളരെ കുറഞ്ഞ എണ്ണം ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. സിക്കിമിനെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 36ാം ഭരണഘടനാ ഭേദഗതി. 1975-ലെ 36ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സിക്കിം ഇന്ത്യൻ യൂണിയന്റെ ഒരു പൂർണ്ണ സംസ്ഥാനമായി മാറിയത്. ഇതിനുമുമ്പ് 1974-ലെ 35ാം ഭേദഗതിയിലൂടെ ഒരു അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകിയിരുന്നു. ഒരു യാർഡ് എത്ര ഇഞ്ചാണ്? 36 ഇഞ്ച്. ദൂരം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് യാർഡ്. ഒരു യാർഡ് എന്നത് 3 അടി അഥവാ 36 ഇഞ്ചിന് തുല്യമാണ്. ക്രിപ്റ്റോണിന്റെ അണുസംഖ്യ? 36. ക്രിപ്റ്റോൺ കാർ എന്നത് 36 അണുസംഖ്യയുള്ള ഒരു ഉത്കൃഷ്ട വാതകമാണ്. ഇത് നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ്.
മലയാളത്തിലെ വ്യഞ്ജനലിപികളുടെ എണ്ണം 36. മലയാള ഭാഷയിൽ സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയും വേർതിരിച്ചിട്ടുണ്ട്. മലയാളം ലിപിയിൽ 36 വ്യഞ്ജനാക്ഷരങ്ങളാണുള്ളത്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ നടൻ M.G. രാമചന്ദ്രൻ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന M.G. രാമചന്ദ്രൻ MGR ഒരു സിനിമാ നടൻ എന്ന നിലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഫോട്ടോ കോപ്പിയറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം സെലീനിയം. ഫോട്ടോ കോപ്പിയറുകൾ, ലേസർ പ്രിന്ററുകൾ തുടങ്ങിയ ഇലക്ട്രോഫോട്ടോഗ്രാഫി ഉപകരണങ്ങളിൽ സെലീനിയം ഒരു ഫോട്ടോ കണ്ടക്ടറായി ഉപയോഗിക്കുന്നു. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇതിന്റെ ചാലകശേഷി വർദ്ധിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ഗോവധം നിരോധിക്കണം എന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ചേർത്തിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലെ നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 48 പ്രകാരം കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് നിരോധിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ഇത് രാജ്യത്തിന്റെ കാർഷിക, മൃഗസംരക്ഷണ മേഖലകളെ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യ. 1917-ൽ റഷ്യയിൽ നടന്ന ബോൾഷെവിക് വിപ്ലവം ലോകചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ റഷ്യൻ താൽക്കാലിക സർക്കാരിനെ അട്ടിമറിച്ച് ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ചു. ഇന്ത്യൻ ടീമിന്റെ ആദ്യ അന്റാർട്ടിക്ക പര്യടനം നടത്തിയ വർഷം 1982. 1982-ൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്ക പര്യടനം നടന്നത്. ഇത് ധ്രുവപ്രദേശങ്ങളിലെ ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് തുടക്കം കുറിച്ചു. AD 644-ൽ കേരളം സന്ദർശിച്ച അറബി സഞ്ചാരി മാലിക് ദീനാർ. മാലിക് ദീനാർ ഇന്ത്യയിലെത്തിയ ആദ്യകാല മുസ്ലിം പ്രബോധകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. AD 644-ൽ അദ്ദേഹം കേരളം സന്ദർശിക്കുകയും കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്താണ്. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭരണനിർവഹണം മെച്ചപ്പെടുത്തുന്നതിൽ ഈ പഞ്ചായത്ത് മാതൃകയായി. ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചതാര്? ആനന്ദ്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ ആനന്ദിന്റെ പി. സച്ചിദാനന്ദൻ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. ഈ കൃതി ഇന്ത്യൻ തത്വചിന്തകളെയും സമൂഹത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പൊതുകൽ, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ പൊതുകൽ ഗ്രാമപഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും മാലിന്യനിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുന്നതിനും ഇത് സഹായിച്ചു. AD 6-ാം നൂറ്റാണ്ടിൽ ജൈനമത ഗ്രന്ഥങ്ങൾ എവിടെ വെച്ചാണ് ക്രോഡീകരിക്കപ്പെട്ടത്? വല്ലഭി. AD 6-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ വല്ലഭിയിൽ വെച്ച് നടന്ന 2-ാം ജൈനമത സമ്മേളനത്തിലാണ് ജൈനമത ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച് എഴുതിയ രൂപത്തിലാക്കിയത്. ഇത് ശ്വേതാംബര വിഭാഗത്തിന് പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് രാമനാഥപ്പച്ച. രാമനാഥപ്പച്ച കൊഡുറായക്കേലക്സ് മൊട്ടോറിയസ് എന്ന ചെടിയുടെ ഇലകൾക്ക് വേഗത്തിൽ ചലിക്കാനുള്ള കഴിവുണ്ട്. ഈ പ്രത്യേകത കാരണം ഇത് ഇന്ത്യൻ ടെലിഗ്രാഫ് ചെടി എന്നും നൃത്തം ചെയ്യുന്ന ചെടി എന്നും അറിയപ്പെടുന്നു. ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. 2004-ൽ തമിഴിനാണ് ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചത്. ഒരു ഭാഷയ്ക്ക് ഈ പദവി ലഭിക്കുന്നതിന് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം, സാഹിത്യ പാരമ്പര്യം, മൗലികത എന്നിവ പ്രധാന ഘടകങ്ങളാണ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. സസ്യങ്ങളിൽ പ്രകാശസംശ്ലേഷണത്തിന് അത്യന്താപേക്ഷിതമായ പച്ചനിറമുള്ള വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ. ഇതിന്റെ തന്മാത്രാ ഘടനയുടെ കേന്ദ്രത്തിൽ മഗ്നീഷ്യം എന്ന ലോഹം അടങ്ങിയിരിക്കുന്നു. വാൽമീകി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത്?
ബീഹാർ. ബീഹാറിലെ ഏക കടുവാ സംരക്ഷണ കേന്ദ്രമാണ് വാൽമീകി ടൈഗർ റിസർവ്. നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ബഗമതി, ഗണ്ഡക് നദികളുടെ തീരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം ടൈംസ് ഓഫ് ഇന്ത്യ. ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ദിനപത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. 1838 മുംബൈയിൽ ആരംഭിച്ച ഈ പത്രം രാജ്യത്തെ പ്രധാന വാർത്താ ഉറവിടങ്ങളിൽ ഒന്നാണ്. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട്. 1498 മെയ് 20 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടൽത്തീരത്ത് കപ്പലിറങ്ങി. ഇത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽമാർഗം കണ്ടെത്തുന്നതിനും യൂറോപ്യൻ കോളനിവൽക്കരണത്തിനും തുടക്കം കുറിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുവെള്ളമുള്ള തടാകം സാംബാർ. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സാംബാർ സാൾട്ടിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പുവെള്ള തടാകമാണ്. ഇവിടെ നിന്ന് വ്യാവസായികാടിസ്ഥാനത്തിൽ ഉപ്പ് ഉത്പാദിപ്പിക്കുന്നു. വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തിയ കപ്പൽ സാവോ ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള പര്യവേഷണ സംഘത്തിൽ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതും വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചതുമായ കപ്പലാണ് സാവോ ഗബ്രിയേൽ. ഓഗസ്റ്റ് പനി എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ ഒരു വൈറസ് രോഗമാണ്. ഇത് സാധാരണയായി ശ്വാസകോശ വ്യവസ്ഥയെ ബാധിക്കുന്നു. പലപ്പോഴും സീസണൽ സ്വഭാവമുള്ള ഈ പനി ഓഗസ്റ്റ് മാസത്തിൽ കൂടുതലായി കണ്ടുവരുന്നതിനാൽ ഓഗസ്റ്റ് പനി എന്നും അറിയപ്പെടാറുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകം അയർ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകമാണ് അയറിലേക്ക് കറ്റിത്തണ്ട കാറ്റിത്തണ്ട. ഒരു ഉപ്പുവെള്ള തടാകമായ ഇത് മിക്കപ്പോഴും വരണ്ടുകിടക്കുകയും കനത്ത മഴയിൽ മാത്രം നിറയുകയും ചെയ്യുന്ന ഒരു ഉൾനാടൻ ഡ്രെയിനേജ് തടത്തിലെ താഴ്ന്ന പ്രദേശമാണ്. കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിന്റെ പിതാവായി പുരന്ദരദാസനെ കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ദാസസാഹിത്യ പ്രസ്ഥാനത്തിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു. സംഗീത പാഠങ്ങൾക്ക് അടിസ്ഥാനമിട്ടതിലൂടെയും ലളിത കീർത്തനങ്ങളിലൂടെയും കർണാടക സംഗീതത്തിന് വലിയ സംഭാവനകൾ നൽകി. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? ഗഞ്ചിക്കോട്. പാലക്കാട് ജില്ലയിലെ ഗഞ്ചിക്കോടാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് (ITI) സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ ഉത്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്ത തീയതി 1996 ഓഗസ്റ്റ് 17. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ജനകീയാസൂത്രണ പ്രസ്ഥാനം 1996 ഓഗസ്റ്റ് 17 ആരംഭിച്ചു. ഇത് പ്രാദേശിക സർക്കാരുകൾക്ക് കൂടുതൽ അധികാരങ്ങളും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള പങ്കാളിത്തവും നൽകി. ഏത് രാജ്യത്തിന്റെ യൂറോപ്യൻ ഭാഗമാണ് ത്രേസ്? തുർക്കി. ചരിത്രപരമായി ഗ്രീസ്, ബൾഗേറിയ, തുർക്കി എന്നിവിടങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശമാണ് ത്രേസ്. കിഴക്കൻ ത്രേസ് തുർക്കിയുടെ യൂറോപ്യൻ ഭാഗമായി അറിയപ്പെടുന്നു. ഇത് ഇസ്താംബുൾ നഗരം ഉൾപ്പെടുന്ന പ്രദേശമാണ്. ലോകത്തിലെ ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം കോൺ, ലാവോസിൽ. ലാവോസിലെ മെക്കോങ് നദിയിലുള്ള കോൺ ഫാൾസ്, ഖോൺഫഫെങ് ഫോൾസ്, ലോകത്തിലെ ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് ഇതിന് ഏകദേശം 10,700 മീറ്റർ വരെ വീതിയുണ്ടായേക്കാം. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളം. കേരളത്തിൽ ആദ്യമായി സ്പീഡ് പോസ്റ്റ് സേവനം ആരംഭിച്ചത് എറണാകുളത്താണ്. അതിവേഗ തപാൽ സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ ഇത് ഒരു നാഴികക്കല്ലായിരുന്നു. മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപോസ്ഫിയർ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപോസ്ഫിയർ. ഭൂരിഭാഗം കാലാവസ്ഥാ പ്രതിഭാസങ്ങളും മേഘരൂപീകരണവും ഈ പാളിയിലാണ് സംഭവിക്കുന്നത്. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1995 ഒക്ടോബർ 2 ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? A.K. ആന്റണി.
1995 ഒക്ടോബർ 2 കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് അന്നത്തെ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയുടെ ഭരണകാലത്താണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് രൂപം നൽകി. കേരളത്തിൽ കൊങ്കണി ഭാഷാഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് കൊങ്കണി ഭാഷാഭവൻ സ്ഥിതി ചെയ്യുന്നത്. കൊങ്കണി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിനും പ്രചാരണത്തിനും ഇത് വലിയ സംഭാവനകൾ നൽകുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി? നീലം സഞ്ജീവ റെഡ്ഡി. ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതിയായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രി എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വിശാലമായ രാഷ്ട്രീയ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു. ഹൂണവംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ? മിഹിരകുലൻ. ഹൂണന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു മിഹിരകുലൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഹൂണന്മാർ ഉത്തരേന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും യശോധർമ്മന്റെ നേതൃത്വത്തിൽ അവർ പരാജയപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാസമൂഹങ്ങൾ? മാമത്ത് ഗുഹ. അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള മാമത്ത് കേവ് നാഷണൽ പാർക്കിലെ ഗുഹാസമൂഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാസമൂഹമായി കണക്കാക്കപ്പെടുന്നത്. ഇത് യുനെസ്കോ ലോക പൈതൃക പദവി നേടിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ? തിരൂർ ബേപ്പൂർ. 1861 കേരളത്തിൽ ആദ്യമായി റെയിൽവേ ലൈൻ സ്ഥാപിച്ചത് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ്. ഇത് മലബാറിലെ ഗതാഗത സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നാണ് ആദ്യമായി അച്ചടിച്ചത്? ആംസ്റ്റർഡാം. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് ഡച്ച് ഗവർണർ ഹെൻറിക്ക് വാൻ റീഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആധികാരിക ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 1678-നും 1693-നും ഇടയിൽ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ചേരന്മാർ മൂഷകരാജ്യം കീഴടക്കിയ വർഷം? AD 880. AD 880 ചേര രാജാക്കന്മാർ ഉത്തര കേരളത്തിലെ മൂഷക രാജ്യം കീഴടക്കി. ഇത് ചേര സാമ്രാജ്യത്തിന്റെ വികാസത്തെയും അന്നത്തെ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ലോകപ്രശസ്തി നേടിയ ആദ്യത്തെ കേരളീയ ചിത്രകാരൻ? രാജാ രവിവർമ്മ. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന രാജാ രവിവർമ്മ ആധുനിക ഇന്ത്യൻ ചിത്രകലയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്ത്യൻ ഇതിഹാസങ്ങളെയും പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളവയായിരുന്നു. ചേരരാജാക്കന്മാരുടെ കാവൽവൃക്ഷം? പന. പ്രാചീന കേരളത്തിലെ ചേരരാജാക്കന്മാർക്ക് പന ഒരു പ്രധാന ചിഹ്നമായിരുന്നു. അവരുടെ കൊടിയിലും നാണയങ്ങളിലും പനയുടെ ചിഹ്നം ഉപയോഗിച്ചിരുന്നു. ഇത് അവരുടെ അധികാരം, ഐശ്വര്യം എന്നിവയുടെ പ്രതീകമായിരുന്നു. ലോകത്താദ്യമായി ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയത്? ലണ്ടനിൽ. 1927 ജോൺ ലോഗി ബെയർഡ് ലണ്ടനിൽ നിന്ന് ആദ്യമായി ദീർഘദൂര ടെലിവിഷൻ സംപ്രേഷണം നടത്തി. ഇത് വിവരസാങ്കേതികവിദ്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന മുന്നേറ്റമായിരുന്നു. ചേരിചേര പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് കാരണമായ ബന്ധും സമ്മേളനം നടന്ന വർഷം? 1955. 1955 ഇന്തോനേഷ്യയിലെ ബന്തുങ്ങിൽ വെച്ച് നടന്ന ഏഷ്യൻ ആഫ്രിക്കൻ സമ്മേളനമാണ് ചേരിചേര പ്രസ്ഥാനത്തിന് നോൺ അലൈൻഡ് മൂവ്മെന്റ് നാം അടിത്തറ പാകിയത്. ഈ സമ്മേളനം കോളനിവൽക്കരണാനന്തര രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ ഒരു പൊതുവേദി നൽകി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര? ഹിമാലയം. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ പലതും ഈ നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ്? കുമ്പളങ്ങി. എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം വില്ലേജാണ്. ഗ്രാമീണ ജീവിതവും പരിസ്ഥിതി സൗഹൃദ ടൂറിസവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നിയമനിർമ്മാണ സഭ ഏത് രാജ്യത്തേതാണ്? ഐസ്ലാൻഡ്.
ഐസ്ലൻഡിലെ ആൽത്തിങ് അലങ്കി ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നിലവിലുള്ള നിയമനിർമ്മാണ സഭയായി കണക്കാക്കപ്പെടുന്നത്. AD 930 ഇത് സ്ഥാപിതമായി. ഹൃദയത്തിന് 4 അറകളുള്ള ഒരേയൊരു ഉരകം. മുതല. ഉരകങ്ങളിൽ മിക്കവാറും 3 അറകളുള്ള ഹൃദയമാണ് കാണപ്പെടുന്നത്. എന്നാൽ മുതലകൾക്ക് പക്ഷികളെയും സസ്തനികളെയും പോലെ 4 അറകളുള്ള പൂർണ്ണമായ ഹൃദയമുണ്ട്. ഇത് അവയുടെ പരിണാമപരമായ പ്രത്യേകതയാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ മിഷണറിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ കോട്ടയം ജില്ലയിലെ മാന്നാനത്തുള്ള സെന്റ് ജോസഫ് ആശ്രമത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ സ്ഥാപിച്ചത് 1917. മഹാത്മാഗാന്ധി 1917 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ യൂണിയൻ സ്ഥാപിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കൂലി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഇവിടെ സത്യാഗ്രഹം നയിച്ചു. ഡൈ ഈഥൈൽ കാർബമാസിൻ സിട്രേറ്റ് DEC ഏത് രോഗത്തിന്റെ പ്രതിരോധ മരുന്നാണ്? മന്ത്. DEC ഡയഥൽകാർബമാസീൻ സിട്രേറ്റ് മന്ത് രോഗത്തിന് ലിംഫാറ്റിക് ഫിലിറായസിസ് എതിരെ ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ്. ഈ പരാന്നഭോജികൃമികളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ബ്രസീൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലുതും ലോകത്തിലെ 5ാമത്തെ വലിയ രാജ്യവുമാണ് ബ്രസീൽ. ആമസോൺ മഴക്കാടുകളുടെയും ലോകത്തിലെ ഏറ്റവും വലിയ നദീതീരങ്ങളുടെയും ഒരു വലിയ ഭാഗം ബ്രസീലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം മൂലമറ്റം. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണിത്. കേരളത്തിന്റെ വൈദ്യുതി ഉത്പാദനത്തിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം. അവഗാഡ്രോ നമ്പർ. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ തന്മാത്രകൾ, ആറ്റങ്ങൾ, അയോണുകൾ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. ഇതിന്റെ ഏകദേശ മൂല്യം 6.022 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. 1905 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച റബ്ബർ ഫാക്ടറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറിയായി കണക്കാക്കപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ റബ്ബർ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ 1ാമത്തെ ചാൻസലർ കോൺറാഡ് അഡനോവർ. 2ാം ലോകമഹായുദ്ധത്തിനുശേഷം രൂപം കൊണ്ട പശ്ചിമ ജർമ്മനിയുടെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി ആദ്യത്തെ ചാൻസലറായിരുന്നു കോൺറാഡ് അഡനോവർ. ജർമ്മനിയുടെ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത്? കേരളം. കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന പരദേശി സിനഗോഗ് ജൂതപ്പള്ളി ഇന്ത്യയിലെ ഏറ്റവും പഴയതും ഇപ്പോഴും നിലവിലുള്ളതുമായ ജൂതപ്പള്ളികളിൽ ഒന്നാണ്. AD 1568 ഇത് നിർമ്മിച്ചത്. ചിത്ര വിശ്വേശ്വരൻ ഏതുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്? ഭരതനാട്യം. പ്രശസ്ത ഭരതനാട്യം നർത്തകിയും ഗുരുവും നൃത്തസംവിധായകയുമാണ് ചിത്ര വിശ്വേശ്വരൻ. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തിന് അവർ നൽകിയ സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം രാജ്യത്തെ ഏറ്റവും വലിയ തേയില ഉത്പാദന കേന്ദ്രമാണ്. ആസാം തേയില ലോകമെമ്പാടും പ്രശസ്തമാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് എവിടെയാണ്? തിരുവല്ലം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ചലച്ചിത്ര സ്റ്റുഡിയോ കോംപ്ലക്സാണ് ചിത്രാഞ്ജലി. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ പൈലറ്റ് JRD ടാറ്റ. വ്യോമയാന മേഖലയിലെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് JRD ടാറ്റ. 1929 ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിച്ചത് അദ്ദേഹത്തിനാണ്.
ജലത്തിനടിയിലായിരിക്കുമ്പോൾ ഉപരിതലം വീക്ഷിക്കാൻ മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം. പെരിസ്കോപ്പ്. മുങ്ങിക്കപ്പലുകളിൽ ജലനിരപ്പിന് താഴെയായിരിക്കുമ്പോൾ ഉപരിതലത്തിലെ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ്. ഇത് കണ്ണാടികളുടെയും ലെൻസുകളുടെയും സഹായത്തോടെ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് കാഴ്ച സാധ്യമാക്കുന്നു. ചരക്കിനുപകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥിതിക്ക് പറയുന്ന പേര്. ബാർട്ടർ. ബാർട്ടർ സിസ്റ്റം എന്നത് പണമിടപാടുകളില്ലാതെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായി സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന ഒരു പുരാതന വ്യാപാര രീതിയാണ്. ആധുനിക കറൻസി സമ്പ്രദായം വരുന്നതിനു മുമ്പ് ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല. വിജയവാഡ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥിതി ചെയ്യുന്ന NITR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നത്. ഇത് 1986-ൽ സ്ഥാപിതമായി. ഹൃദയമിടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി. നീലത്തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയായ നീലത്തിമിംഗലത്തിന് ഏറ്റവും കുറഞ്ഞ ഹൃദയമിടിപ്പ് നിരക്കുണ്ട്. ഇത് മിനിറ്റിൽ 2 മുതൽ 10 വരെ സ്പന്ദനങ്ങൾ മാത്രമായിരിക്കും. ഗോർഡിയൻ കെട്ട് വെട്ടിമുറിച്ചതാര്? അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിവേകത്തെയും നിശ്ചയദാർഢ്യത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഐതിഹ്യമാണ് ഗോർഡിയൻ കെട്ട്. ഈ കെട്ട് അഴിക്കാൻ കഴിയുന്നയാൾ ഏഷ്യയുടെ അധിപനാകും എന്ന വിശ്വാസമുണ്ടായിരുന്നു. അലക്സാണ്ടർ അത് വാളുകൊണ്ട് വെട്ടിമുറിക്കുകയായിരുന്നു. വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിലെ സമുദ്രങ്ങളിൽ വലുപ്പത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങൾക്കിടയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം. ഡൽഹി. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് ഡൽഹിക്കാണ്. ഇത് രാജ്യത്തെ പ്രധാന മെട്രോ നഗരങ്ങളിൽ ഒന്നാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? കമല നെഹ്റു. ജവഹർലാൽ നെഹ്റു തന്റെ ആത്മകഥയായ ഓട്ടോബയോഗ്രഫി ഭാര്യ കമല നെഹ്റുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഏറ്റവും പാവനമായ സ്ഥലമായ കാബ ഏതു രാജ്യത്താണ്? സൗദി അറേബ്യ. ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പാവനമായ സ്ഥലമായ കാബ സൗദി അറേബ്യയിലെ മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നത് കാബയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. അണ്ടർസ്കോർ 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 അണ്ടർസ്കോറിന്റെ പ്രവാഹമാണ് വൈദ്യുതി. ഇലക്ട്രോണുകൾ. ഇലക്ട്രോണുകളുടെ ക്രമീകൃതമായ പ്രവാഹമാണ് വൈദ്യുതി. ചാർജുള്ള കണികകൾ ഒരു ചാലകത്തിലൂടെ ചലിക്കുമ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്. റിപ്പൺ പ്രഭു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവായി റിപ്പൺ പ്രഭുവിനെ കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഏത് തടാകത്തിലാണ്? ചിൽക്ക. ഒഡീഷയിലെ ചിൽക്ക തടാകത്തിലാണ് ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓരുജല തടാകമാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ മണ്ഡലം. ദേവികുളം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ മണ്ഡലം ദേവികുളമാണ്. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി. മുഹമ്മദ് ബിൻ കാസിം. AD 712-ൽ സിന്ധ് കീഴടക്കിയ മുഹമ്മദ് ബിൻ കാസിം ആയിരുന്നു ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക സ്വാധീനം തുടങ്ങുന്നതിന് കാരണമായി. ഡോഗ്രി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം. ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെയും ഹിമാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളിലും സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ ഭാഷയാണ് ഡോഗ്രി. 2003-ൽ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി. മൊറാർജി ദേശായി.
മൊറാർജി ദേശായി ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഇദ്ദേഹം രാജ്യത്തിന്റെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി കൂടിയാണ്. കേരള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ ജോൺ മത്തായി. കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു. ഇദ്ദേഹം ഒരു പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ്. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദർബൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. ഇത് കണ്ടൽക്കാടുകൾക്ക് പേരുകേട്ടതും യുനെസ്കോ ലോക പൈതൃക സ്ഥലവുമാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ. 5ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം. ഏകദേശം 17,500-ൽ അധികം ദ്വീപുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയം. ക്ഷയരോഗ നിയന്ത്രണത്തിനായി ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ്, ഷോർട്ട് കോഴ്സ്. ഇത് രോഗം ഭേദമാക്കുന്നതിൽ വളരെ ഫലപ്രദമാണ്. ഡോൺ എവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു? കറാച്ചി. പാകിസ്ഥാനിലെ ഏറ്റവും പഴയതും വ്യാപകമായി വായിക്കപ്പെടുന്നതുമായ ഇംഗ്ലീഷ് ദിനപത്രമായ ഡോൺ കറാച്ചിയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. പാകിസ്ഥാൻ മാധ്യമരംഗത്ത് ഇത് ഒരു പ്രധാന സ്വാധീനമാണ്. ഹഥിഗുംഫ ശിലാശാസനത്തിൽ നിന്ന് ഏത് രാജാവിന്റെ പരാക്രമങ്ങളെക്കുറിച്ചാണ് അറിവ് ലഭിക്കുന്നത്? കാരവേലൻ. ഒഡീഷയിലെ ഹഥിഗുംഫ ശിലാശാസനം കലിംഗ ചക്രവർത്തിയായ കാരവേലന്റെ ഭരണകാലത്തെയും യുദ്ധവിജയങ്ങളെയും കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. ഇത് പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന സ്രോതസ്സാണ്. ഏത് രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റാണ് മുസ്തഫ കമാൽ? തുർക്കി. ആധുനിക തുർക്കിയുടെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായിരുന്നു മുസ്തഫ കമാൽ അറ്റാതുർക്ക്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനുശേഷം അദ്ദേഹം തുർക്കിയെ ഒരു മതേതര റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ. ഇറ്റലിയിലെ റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാജ്യമാണ്. കത്തോലിക്ക സഭയുടെ ആഗോള ആസ്ഥാനമാണിത്. ഹ്യൂയാൻ സാങ് ഇന്ത്യയിൽ വന്നത് ആരുടെ കാലത്ത്? ഹർഷൻ. 7ാം നൂറ്റാണ്ടിൽ ഹർഷവർദ്ധന രാജാവിന്റെ ഭരണകാലത്താണ് പ്രമുഖ ചൈനീസ് സഞ്ചാരിയായ ഹ്യൂയാൻ സാങ് ഇന്ത്യ സന്ദർശിച്ചത്. ഇന്ത്യൻ സംസ്കാരത്തെയും ബുദ്ധമതത്തെയും കുറിച്ച് അദ്ദേഹം വിശദമായ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ്, കോട്ടയം. 1817-ൽ കോട്ടയത്ത് സ്ഥാപിതമായ CMS കോളേജ് കേരളത്തിലെ ആദ്യത്തെ കോളേജാണ്. ഇത് കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടു. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി 1888-ൽ മലയാള മനോരമ സ്ഥാപിക്കപ്പെട്ടു. ഇത് മലയാള പത്രപ്രവർത്തനത്തിലും വ്യവസായത്തിലും ഒരു നാഴികക്കല്ലായിരുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്ട് എന്ന ആശയത്തിന് 1985-ൽ രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ വാൾട്ടർ സിൻഷൈമർ. ഹ്യൂമൻ ജീനോം പ്രോജക്ട് എന്ന ആശയത്തിന് 1985-ൽ രൂപം നൽകിയത് വാൾട്ടർ സിൻഷൈമർ എന്ന ശാസ്ത്രജ്ഞനാണ്. മനുഷ്യന്റെ ജനിതക ഘടനയെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പുകൾ തുസുഖ്-ഇ ജഹാംഗീരി. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ ആത്മകഥയും ഓർമ്മക്കുറിപ്പുകളുമാണ് തുസുഖ്-ഇ ജഹാംഗീരി. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ അപ്പപ്പോൾ നാമനിർദ്ദേശം ചെയ്യുന്ന പാനലിൽ നിന്നൊരംഗം. ലോക്സഭയിലോ നിയമസഭയിലോ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പാനലിൽ നിന്നുള്ള ഒരംഗം സഭയുടെ അധ്യക്ഷത വഹിക്കുന്നു.
ഇത് സഭാ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്നാ ചാണ്ടി. ജസ്റ്റിസ് അന്നാ ചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായിരുന്നു. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതകളിൽ ഒരാളാണ് അവർ. ഏത് രാജ്യത്തിന്റെ പാർലമെന്റാണ് റിക്സ്ഡാഗ്? സ്വീഡൻ. സ്വീഡന്റെ പാർലമെന്റിന്റെ പേരാണ് റിക്സ്ഡാഗ്, റിക്സ്ഡാഗ്. ഇത് സ്വീഡനിലെ പരമോന്നത നിയമനിർമ്മാണ സഭയാണ്. കർഷകന്റെ മിത്രം എന്ന് അറിയപ്പെടുന്ന വിര? മണ്ണിര. മണ്ണിരകളെ കർഷകന്റെ മിത്രം എന്ന് വിളിക്കുന്നു. മണ്ണ് വളക്കൂറുള്ളതാക്കാനും കൃഷിക്ക് അനുയോജ്യമാക്കാനും ഇവ സഹായിക്കുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം? ശുക്രൻ. ശുക്രൻ, വീനസ്, സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹമാണ്. അതിന്റെ കട്ടിയുള്ള അന്തരീക്ഷം കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിറഞ്ഞതാണ്. ഇത് കടുത്ത ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം? അനുപാതം 3:2. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇത് പതാകയുടെ ഔദ്യോഗിക രൂപകൽപ്പനയുടെ ഭാഗമാണ്. ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം? 1604. ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് 1604-ലാണ്. ഇത് കേരളത്തിലെ യൂറോപ്യൻ ശക്തികളുടെ സ്വാധീനത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. സംഘകാല കവയത്രികളിൽ ഏറ്റവും പ്രശസ്ത? ഔവ്വയാർ. സംഘകാലത്തിലെ ഏറ്റവും പ്രശസ്തയായ കവയത്രികളിൽ ഒരാളാണ് ഔവ്വയാർ. തമിഴ് സാഹിത്യത്തിന് അവർ നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ്. സ്ത്രീയെ വന്ധ്യംകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര്? ട്യൂബെക്ടമി. സ്ത്രീകളിൽ സ്ഥിരമായ ഗർഭനിരോധനത്തിനായി നടത്തുന്ന ശസ്ത്രക്രിയയാണ് ട്യൂബെക്ടമി. ഇത് ഫാലോപ്പിൻ ട്യൂബുകളെ തടയുകയോ മുറിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ്. ജീൻ എന്ന പേര് നൽകിയത്? വിൽഹം ജോഹാൻസൺ. സസ്യശാസ്ത്രജ്ഞനായ വിൽഹം ജോഹാൻസണാണ് ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പാരമ്പര്യ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെയാണ് ജീൻ എന്ന് വിശേഷിപ്പിച്ചത്. സ്മാൾപോക്സിന് കാരണം? വൈറസ്. വാരിയോല വൈറസ് ആണ് സ്മാൾപോക്സ് എന്ന രോഗത്തിന് കാരണം. ലോകത്തുനിന്ന് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ആദ്യ രോഗമാണിത്. കേരളത്തിൽ ഭരതന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രം? കൂടൽമാണിക്യം ക്ഷേത്രം, ഇരിങ്ങാലക്കുട. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള കൂടൽമാണിക്യം ക്ഷേത്രം ഭരതന് സമർപ്പിച്ചിട്ടുള്ള ഏക ക്ഷേത്രമാണ്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നതിന്റെ രാസനാമം? ഈഥൈൽ ആൽക്കഹോൾ. സാധാരണയായി സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നത് ഈഥൈൽ ആൽക്കഹോൾ, ഈഥനോൾ ആണ്. ഇത് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകവും ഒരു ലായകവുമാണ്. നെയ്ത്തുകാരുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്? പാനിപ്പട്ട്. ഹരിയാനയിലെ പാനിപ്പട്ട് നെയ്ത്തുകാരുടെ നഗരം, സിറ്റി ഓഫ് വീവേഴ്സ് എന്നറിയപ്പെടുന്നു. ഇവിടെ ടെക്സ്റ്റൈൽ, കൈത്തറി വ്യവസായങ്ങൾ വളരെ പ്രശസ്തമാണ്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ രചിച്ചത്? കെ.ആർ. നാരായണൻ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന കെ.ആർ. നാരായണൻ രചിച്ച പുസ്തകമാണ് നെഹ്റു ആൻഡ് ഹിസ് വിഷൻ. ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളെയും ആശയങ്ങളെയും കുറിച്ച് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. നെപ്പോളിയൻ ജനിച്ച സ്ഥലം? കോഴ്സിക്ക. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപർട്ട് കോഴ്സിക്ക ദ്വീപിലെ അജാക്സിയോ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇത് ഫ്രാൻസിന്റെ തെക്കുകിഴക്കായി മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ്. സംഗീതം നിരോധിച്ച തുഗ്ലക്ക് സുൽത്താൻ? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ദില്ലി സുൽത്താനായിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്ക് തന്റെ ഭരണകാലത്ത് സംഗീതം നിരോധിച്ചിരുന്നു. കലാപരമായ പ്രവർത്തനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കർശന നിലപാടിന് ഇത് ഉദാഹരണമാണ്. കേരളത്തിൽ യഹൂദരുടെ ആദ്യ സങ്കേതം? കൊടുങ്ങല്ലൂർ. കേരളത്തിൽ യഹൂദർ ആദ്യമായി കുടിയേറിയ സങ്കേതം കൊടുങ്ങല്ലൂരാണ്. വാണിജ്യപരമായ ബന്ധങ്ങളിലൂടെയും മതസ്വാതന്ത്ര്യം തേടിയുമാണ് അവർ ഇവിടെയെത്തിയത്.
കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ കൽപ്പാത്തി ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാത്തി രഥോത്സവം വളരെ പ്രശസ്തമാണ്.